ആരാധനാക്രമകാലമനുസരിച്ച് ശ്രീഹകാലം കഴിഞ്ഞ് ഇന്ന് നാം കൈത്താക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശ്രീഹന്മാരുടെ ശിഷ്യന്മാരുടെ പ്രവർത്തന ഫലമായി സഭാതരു പടർന്ന് പന്തലിച്ച് ഫലം ചൂടുന്ന കാലം, കൈത്താക്കാലം, ഫലാഗമകാലം. നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ഈ ആരാധനാക്രമ മത്സരത്തിൽ ശ്രമിക്കാം. ഇന്ന് കൈത്താക്കാലം 1-ാമത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിഥിക്കും ആതിഥേയനുള്ള ഉപദേശം 2 ഉപദേശങ്ങളാണ്. അതിഥിക്ക് ഉപദേശം കൊടുക്കുന്നു, ആതിഥേയന് ഉപദേശം കൊടുക്കുന്നു. യേശുനാഥനെ ഒരു ഫരിസേയ പ്രമാണി വിരുന്നിന് ക്ഷണിച്ചു. വിരുന്നിന് യേശു ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് യേശുവിനെ ഇപ്രകാരം ചിന്തിപ്പിക്കാനും പറയുവാനും ഇടവരുത്തിയത്. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം ഓടുകയാണ്. അത് കണ്ടപ്പോൾ യേശുനാഥൻ പറയുകയാണ്, നിങ്ങളെ ആരെങ്കിലും ഒരു വിവാഹ വിരുന്ന് ക്ഷണിച്ചാൽ, അല്ലെങ്കിൽ ഒരു വിരുന്ന് ക്ഷണിച്ചാൽ, എന്തെങ്കിലും ആഘോഷങ്ങൾക്ക് ശ്രമിച്ചാൽ, നിങ്ങൾ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ 2 പേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് പറയുമ്പോൾ നീ എല്ലാവരും മുമ്പിൽ ലജ്ജിതനായി തീരും, അപമാനിതനായി തീരും എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഏത് കാലത്തും രാഷ്ട്രീയത്തിലായാലും സഭയിലായാലും ഇടവകളിലായാലും സംഘടനകളിലായാലും പ്രസ്ഥാനങ്ങളിലായാലും പ്രമുഖ സ്ഥാനത്തിന് വേണ്ടിയുള്ള തോട്ടം കാണുകയാണ്. എങ്ങനെയെങ്കിലും അംഗീകാരം, 1-ാം സ്ഥാനം പിടിച്ചെടുക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എളിമയുടെ നിറകുടമാണ് പരിശുദ്ധ അമ്മ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുന്ന, എളിമപ്പെടുന്ന, ശൂന്യവൽക്കരിക്കുന്ന ഒരമ്മയാണ് നാം കാണുക. അതുകൊണ്ടാണ് ആ അമ്മയെ ദൈവപുത്രന്റെ അമ്മയായി ഉയർത്തപ്പെടുവാനുള്ള ഭാഗ്യം ആ അമ്മയ്ക്ക് ലഭിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും കായന്റെയും ആബേലിന്റെയും ജീവിതം. കായനും ആബേലും ബലി അർപ്പിച്ചു. കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല, ആബേലിന്റെ ബലി സ്വീകരിച്ചു. ശുഭിതനായ കായൻ അനുജൻ സഹോദരനെ വയലിലേക്ക് കൊണ്ടുപോയി കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊന്നുകളയുകയാണ്. സഹോദരനായിരുന്നിട്ട് പോലും അംഗീകാരം നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമം കായൻ കൊല്ലുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നാഥൻ ഓർമ്മപ്പെടുത്തുക, പ്രമുഖ സ്ഥാനങ്ങൾക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടരുത് എന്ന്. രണ്ടാമതായി അവിടുന്ന് പറയുക, എങ്ങനെയുള്ളവരെയാണ്, ആരെയൊക്കെയാണ് ഒരു വിരുന്നിന് ക്ഷണിക്കേണ്ടതെന്ന്. അവിടുന്ന് ഇപ്രകാരം പറയുകയാണ്, നീ ഒരു സദ്യയോ അത്താഴ വിരുന്ന് കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരനെയോ ബന്ധുക്കളെയോ ധനികരായ ആൾക്കാരെയോ വിളിക്കരുത്. കാരണം പറയുന്നുണ്ട്, അവർക്ക് പകരം നിനക്ക് നൽകാൻ അവർ നിന്നെ ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ വിരുന്ന് നടത്തുമ്പോൾ വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. എന്തുകൊണ്ടാ? അവർക്ക് പകരം നൽകാൻ ഒന്നുമില്ല. അപ്പോൾ നിനക്ക് പുനരുത്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കുമെന്ന്, നിത്യജീവിതം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന്. നമുക്ക് അംഗീകാരം നൽകുന്നവരെ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് കീപ്പപ്പ് ചെയ്യാൻ സാധിക്കുന്നവരെയൊക്കെയാണ് വിരുന്നിന് ക്ഷണിച്ച് അല്ലെങ്കിൽ അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കുക. ഉണ്ണാനുള്ളവന് നാം വീണ്ടും വിളിച്ചു ഉണ്ണാൻ കൊടുക്കുകയാണ്. വസ്ത്രമുള്ളവന് നല്ല നല്ല വസ്ത്രം നാം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അംഗീകാരം നേടിയെടുക്കാൻ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി. എന്നാൽ അങ്ങനെയല്ല, പരിത്യക്തരായവരെ, സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരെ നാം ക്ഷണിക്കുകയും അവരെ ഊട്ടുകയും അവരെ ഉടുപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം ഭാഗ്യവാന്മാരാകുകയാണ്, അനുഗ്രഹീതരാകുകയാണ്, ദൈവത്തിൻപിൽ സ്വീകാര്യരാകും. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആരേക്കാളും വലുതല്ല. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നുള്ള ബോധ്യത്തോടെ ബഹുമാനത്തോടും ആദരവോടും അംഗീകരിച്ചുകൊണ്ട് മുന്നേറുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
അങ്ങനെ ദൈവാനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായി ഈ കൈത്താക്കാലത്ത് നമുക്ക് ശ്രമിക്കാം. യേശു തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.